ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി ഇട്ടതാവും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതും ഒന്നാമത്തെ ചാപ്റ്ററും ഇട്ട്, രണ്ടാമത്തെ ചാപ്റ്റർ ഏതാവും കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ഭിന്നസംഖ്യകളും ഇട്ട്, മൂന്നാമത്തെ ത്രികോണങ്ങളും ഇട്ടതാണ്. എന്നാൽ ചോദിക്കും പിന്നെ എന്തിനാണ് ഇടുന്നതെന്നല്ലേ. അപ്പം നിങ്ങൾ കുറേ പേരുടെ കമൻറ്റ് കണ്ടു ഇതിൻ്റെ റിവിഷൻ നടത്തണമെന്ന് കേട്ടോ. റിവിഷനും അതുപോലെ തന്നെ ഒന്നുകൂടെ, കാരണം എക്സാം വരുന്നില്ലേ, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ നടത്താം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സമാന്തര വരകളാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു ഇച്ചിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ എളുപ്പം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ ഫുൾ മാർക്കും നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മേടിക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണ് ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്നാൽ ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കാൾഡ് പാരലൽ ലൈൻ. ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറേ പറഞ്ഞതാ, എന്നാലും ഒന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നു. എന്താ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ രണ്ട് ലൈനുകൾ പോകുമ്പോൾ അത് ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ ട്രാക്ക് ഒക്കെ അതിന് എക്സാമ്പിളാണെന്നാണ് പറയുന്നത് കേട്ടോ. അഥവാ അതാണ്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ അതാണ്ട് ഇങ്ങനെ വന്ന് അത് കൂട്ടിമുട്ടും അല്ലേ. ഇങ്ങനെ വന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ അതൊരിക്കലും എന്താ പാരലൽ ലൈൻ അല്ല. ഓക്കെ ആണോ? എന്താണ്, ഒരേ അകലം പാലിക്കുക. ഇപ്പം ഇവിടെ 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്കെയിലിൽ വെച്ച് അളക്കുന്നത്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര, 3 സെൻറ്റിമീറ്ററാണ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ ആണെന്നൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരേ അകലം വരുന്നതിനെ എന്ത് പറയുന്നത്, പാരലൽ ലൈൻ. ഫസ്റ്റ് അതാ. അപ്പം നമുക്ക് അതിൻ്റെ കണക്കിലോട്ട് കയറാം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാവും ഞങ്ങളെ. നോക്കിക്കേ, നമുക്ക് ആദ്യം അതിലറിയേണ്ടത് എന്താണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്താണെന്ന് നോക്കിക്കേ. നേരെ ഒരു വര വരയ്ക്കാം കണ്ടോ. അതിനെ ഇന്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ മുറിച്ച് താണ്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നേരെ ഒരു വര വരയ്ക്കുക, അതിനെ മുറിച്ച് താണ്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ പോട്ടെ, താണ്ട് നേരെ ഒരു വര വരയ്ക്കുക, അതിനെ മുറിച്ച് താണ്ട് ഇത്രയും മാത്രമേ വന്നുള്ളൂ എന്ന് വെച്ചോ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഒരു വരയെ മുറിച്ച് താണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു വശം, ഏതെങ്കിലും ഒരു വശം നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു വശം എന്ന് വെച്ചാൽ ഇത് നോക്കിക്കേ, ഇത് നമുക്കൊരു 60 ഡിഗ്രിയാണ് തരുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം എത്രയാണെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പം പിടികിട്ടിയോ? അതായത് ഒരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയറിൻ്റെ മെഷർ എപ്പോഴും എത്ര ആവും നിങ്ങളെ, 180 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. എന്താണ്, ഒരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയുടെ മെഷർ എപ്പോഴും 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചേക്കുവാണ്, ഇവിടെ 70 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ്, ഞാൻ ഈ എക്സ് ഇട്ട് വെച്ച് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാൻ വെച്ചിരുന്നതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയണ്ടായോ നിങ്ങളെ. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കുമെന്ന്, എക്സ് എന്ന് ചോദിച്ചാൽ അവിടെ എത്രയായിരിക്കുമെന്ന്. എത്ര നമ്മൾ പറഞ്ഞു, ഒരു വര വരച്ചിട്ട് അതിനെ മറ്റൊരു വര ഇങ്ങനെ വന്ന് കൂട്ടിമുടുകണ്ട. ഇങ്ങനെ ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങ് പറയുക, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് കൂട്ടിമുട്ടും. അപ്പോൾ ഈ ലൈനെ മുറിച്ചില്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് 70 തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ, നമുക്കറിയാം എന്താ, ഒരു വരയെ വരയ്ക്കുന്നത് 180. അപ്പോൾ 180 നിന്ന് 70 അങ്ങ് കുറച്ചാൽ ബാക്കി എത്ര കുഞ്ഞുങ്ങളെ, 110. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്, 110 ഡിഗ്രി. ഇപ്പോൾ പിടികിട്ടിയോ? ഒരു വരയെ വരച്ച് മുറിക്കുന്ന ലൈന് പറയുന്നത് എന്താണ്, ലീനിയർ പെയർ എന്നാണ്. അപ്പോൾ അതെത്ര, 70 തന്നെങ്കിൽ 110. ഇനി നിങ്ങളുടെ ചോദ്യം ഇവിടെ 110 തന്നെങ്കിലോ എന്ത് ചെയ്യണം, 180 നിന്ന് 110 കുറച്ചാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കിട്ടും. ഇപ്പം ഈ മേൽവശം ഓക്കെ ആണോ നിങ്ങളെ? മേൽവശം എത്രയാണ്, 180 നിന്നും ഏത് വശമാണോ നമുക്ക് തരുന്നത് അതങ്ങ് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ദാണ്ടെ ഇവിടെ 20 ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താ, ഈ വരയെ മുറിച്ച് വരയ്ക്കുന്നത് എന്താ, ലീനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വര താപ്പോട്ട് അങ്ങ് പോവാം. ഓരോ കണക്കും ഓരോ മോഡലാണ് കേട്ടോ, അത് ഓർത്തോണം. ഇപ്പം ഈ വര ഇല്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ, ഈ വര ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇനി അതിന് ഡൗട്ട് അടിക്കണ്ടാവും നിങ്ങളെ. ഈ വര വേണ്ട, നിങ്ങളെ അല്ലാതെ ഞാൻ നോക്കട്ടെ. കണ്ടോ, ഈ വര ഇല്ലാതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ആ വര ഞാൻ താപ്പോട്ട് തന്നെ ഇങ്ങനെ വിട്ടിരിക്കാം കേട്ടോ. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കുമെന്ന്,
എളുപ്പമാവും ഞങ്ങളെ. ഇതിൻ്റെ ലീനിയർ പെയർ അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 20 ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്ര? 20 ഡിഗ്രി. ഇപ്പം മനസ്സിലായോ? ഇവിടെ എത്രയാണ്? 20 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾ 20 ഡിഗ്രി. അപ്പോൾ ഓരോ മോഡലും ഇനി ഞാൻ തിരിച്ച് പറയുന്നില്ല, ഓർത്തോടെ. അടുത്ത് നോക്കിക്കേ, നേരെ നോക്കിക്കേ, ഒരു കുരിശ് പോലെ പണിഞ്ഞു വെച്ചിരിക്കുക അല്ലേ? നോക്കിക്കേ, കുരിശ് പോലെയല്ലേ ഇരിക്കുന്നത്. അതായത് നേരെയായിരിക്കുന്നെങ്കിൽ പെർപെൻഡിക്കുലർ, നേരെയാണ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ലംബം എന്ന് പറയും. അപ്പോൾ ഇവിടെ എത്രയാവും ഞങ്ങളെ? 90 ഡിഗ്രിയാണ്. എപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതും മൂന്നാമത്തെ. ഓരോന്നും നിങ്ങൾ ഓരോ രീതിയിൽ ഞാൻ പറയുന്നതും ഓരോന്നും നോക്കിക്കോണം. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90. അപ്പോൾ അതൊക്കെ ഇനി നോക്കിക്കേ, ഇതുപോലെ തന്നെ വരയ്ക്കുക. ഇനി ഇവിടെ 140 ആണെങ്കിൽ എന്താ അതിൻ്റെ ഓപ്പോസിറ്റ്? ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റും എന്തുമായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. ഇപ്പം മനസ്സിലായോ നിങ്ങളെ? ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആണോ തരുന്നത് അത് തന്നെ എഴുതി വെക്കുക. അതല്ല തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണെങ്കിൽ 180 നിന്നും എന്ത് ചെയ്യുക? ഈ 140 ഏതാണോ തന്നിരിക്കുന്നത് അത് കുറച്ച് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. സമാന്തരമായ രണ്ട് വരകളെ മറ്റൊരു വര മുറിച്ച് കിടക്കുന്നതിന് ഒരേ അളവുള്ള കോണുകളിൽ ആണെന്നാണ്. 2 പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് അറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ മെഷർ എന്നാണ് പറയുന്നത്. അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നോക്കൂ നിങ്ങളെ, ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. അതിനെ 2 പാരലൽ ലൈൻ. ഇനി എന്താ പാരലൽ? അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്താ? ഒരു കാരണവശാലും ഇവർ തങ്ങളിൽ കൂട്ടിമുട്ടത്തില്ല. ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആംഗിളുകൾ നോക്കി. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? 70 ആയിരിക്കും. കാരണം എന്താ? ഇത് നോക്കിയേ, ഒരു ലൈനെ മുറിച്ചല്ലേ, ഈ ലൈനെ മുറിച്ച് ഇത് പോയിരിക്കുന്നു, ഈ ലൈനെ മുറിച്ച് ഇത് പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പുറം എത്രയാണെന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഞങ്ങൾക്കറിയാം എന്താ, ഇത് ലീനിയർ പെയർ ആണ്. അപ്പോൾ എന്താ ലീനിയർ പെയർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 180 ആണ്. അപ്പോൾ 70 ഇവിടെ ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര ആയിരിക്കും? 110 ആയിരിക്കും. സംശയമുണ്ടോ അതിന്? നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഈ എക്സിൻ്റെ വാല്യൂ മാത്രം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 70. ഇവിടെ 70 ആണെങ്കിൽ ലീനിയർ പെയർ ആയതുകൊണ്ട് കേട്ടോ. ഇവിടെ എത്രയായിരിക്കും? 70 ആയിരിക്കും. ഓരോ കണക്കും നോക്കിക്കോണം. ഇനി നോക്കിക്കേ, ഇവിടെ 60 ആണ് തന്നിരിക്കുന്നത്. അതായത് 2 പാരലൽ ലൈൻസിനെ മുറിച്ചൊരു ലൈൻ പോയിരിക്കുക. 2 പാരലൽ ലൈൻ എന്ന് വെച്ചാൽ കൂട്ടിമുട്ടാത്ത 2 വരകളെ മുറിച്ച് വരച്ചിരിക്കുക. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ പാരലൽ ലൈൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ എത്രയായിരിക്കും നിങ്ങളെ? അവിടെ എത്ര? അവിടെയും 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതും 2 പാരലൽ ലൈനാണ്. ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് 2 പാരലൽ ലൈനാണ്, അതിനെ മുറിച്ച് പോയിരിക്കുക. അപ്പം നോക്കിക്കോണേ, അതുപോലെ തന്നെ തിരിച്ചു വെച്ചെന്നല്ലേ ഉള്ളൂ. ഇത് 2 പാരലൽ ലൈനാണ്, അതിനെ മുറിച്ച് പോയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 2 പാരലൽ ലൈൻ പോയിരിക്കുക, അതിനെ മുറിച്ചെടുക്കുക. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ? ഇവിടെ 40 ആണെങ്കിൽ അതിനിപ്പുറത്തും എത്രയായിരിക്കും? 40 ആയിരിക്കും കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും കേട്ടോ. അടുത്ത നോക്കിക്കേ, ഇവിടെ 60 ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ. അതായത് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ കുറച്ചുകൂടെ ഞാൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, ഇവിടെ 50 ആണ് കേട്ടോ, ഇവിടെ 50 ആണ്. അതിൻ്റെ നമുക്കറിയാം, ഒരു ലൈനെ മുറിച്ച് മറ്റൊരു ലൈൻ പോവുകയാണെങ്കിൽ അത് ലീനിയർ പെയർ ആണെന്ന് നമ്മൾക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഈക്വലും ആണെന്ന് പറയാം. നോക്കി, ഈ 50ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ, അപ്പം ഇത് 50 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഇവിടെ 50 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അതിന് സംശയമില്ലല്ലോ. ഇനി നമ്മൾ ഈ ലീനിയർ പെയർ എന്ന് വെച്ചാൽ 180 ആണെന്ന് നമുക്കറിയാം. 180ൽ നിന്ന് 50 പോയാൽ ബാക്കി എത്ര നിങ്ങളെ? 130 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരുന്നത് 130 ഡിഗ്രി. ആ 130 തന്നെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റിലും 130 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും? 130 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റും 130 ഡിഗ്രി. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? 60 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 60 ആയിരിക്കും. ഇപ്പോൾ പിടികിട്ടിയോ? ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ നമ്മൾ മുകളിലത്തെ വരെ എപ്പോഴും നമ്മൾ പറഞ്ഞാൽ ഇതെത്ര ആയിരിക്കും? ഞാനൊരു ഇപ്പോൾ ഒത്തിരിയും വെട്ടം പറഞ്ഞു. എത്ര നിങ്ങളെ? 180 ആണ്. 180ൽ നിന്ന് 60 പോയാൽ 120 ആണ്. ഒരു വശം കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള 4 വശവും നമുക്ക് ചെയ്യാം, 3 വശവും ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120, ഇവിടെ 120 ആയിരിക്കും, ഇവിടെ 120. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ.
അടുത്ത നമ്മളിപ്പോൾ ഈ അവിടെ ഇവിടെ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനെല്ലാം ഓരോ പേരുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ? ഫസ്റ്റ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ്. എന്താണ്? ഈ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ആംഗിളുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ മുകളിൽ ദാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും താഴത്തെ ലൈനിൽ ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇതുപോലെയൊക്കെ ലെഫ്റ്റ് സൈഡ്, അതായത് ഇതിനെല്ലാം നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ലിങ്കിൽ നല്ലപോലെ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അത് കണ്ടോ. നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഇതാണ്ടോ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ നോക്കിയേ, ഇത് ടോപ്പ് ലെഫ്റ്റ്, ഇത് ടോപ്പ് റൈറ്റ്, ഇത് ബോട്ടം ലെഫ്റ്റ് ബോട്ടം റൈറ്റ്, ഇത് ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് റൈറ്റ്, ബോട്ടം ലെഫ്റ്റ് ബോട്ടം റൈറ്റ്. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം അതായത് ടോപ്പ് ലെഫ്റ്റിൽ കണ്ടോ, ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇടതുവശം, റൈറ്റ് എന്ന് വെച്ചാൽ വലതുവശം, ഇടത്തും വലത്തും. ഓക്കെ ആണോ? അപ്പോൾ ഇടത്തിൻ്റെ മുകളിൽ തരുന്നത് മുകളിൽ ടോപ്പ്, അതറിയാലോ, ടോപ്പ് താഴെ ബോട്ടം. അപ്പം നോക്കിക്കേ, ഇവിടെ ടോപ്പ്, ഇത് ബോട്ടം, ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇപ്പം മനസ്സിലായോ? ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് ബോട്ടം. ഇപ്പം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇതെന്താ? റൈറ്റ്. അപ്പം ടോപ്പ് റൈറ്റ് ബോട്ടം റൈറ്റ്, ടോപ്പ് റൈറ്റ് ബോട്ടം റൈറ്റ്. ഇപ്പം പിടികിട്ടിയോ? അപ്പം നമ്മൾ പറഞ്ഞു കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്നാ. എന്താ നിങ്ങളെ? ഇവിടെ 20 ആണെങ്കിൽ ഇത് ഇവിടെ എത്രയായിരിക്കും? 20 ആയിരിക്കും. മനസ്സിലായോ? കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ ഈ മുകളിൽ ഇവിടോ ഇത് 4 എണ്ണം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെയാണെങ്കിലോ ഇവിടെയും താഴെയായിരിക്കും. ഇവിടെ നോക്കിയേ, വലത്ത്, അതായത് വലത്ത് ടോപ്പ് റൈറ്റ് ആണെങ്കിൽ ഇവിടെയും ടോപ്പ് റൈറ്റ് അല്ലേ? ഇവിടോ ഇതിനെന്താ പറയുന്നത്? ഇത് അകത്തല്ലേ? അപ്പോൾ ബോട്ടം റൈറ്റ് ആണെങ്കിൽ ബോട്ടം റൈറ്റ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ പടം നല്ലതുപോലെ നിങ്ങളങ്ങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതാണ് ഈ പിക്ചറിലും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുകോണുകൾ അതും ഈ പറയുന്ന പോലെ തന്നെ. എന്താ മറുകോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിക്കേ, അകത്തൂന്ന് ദാണ്ടേ ഇതിനെന്താ പറയുന്നത്? നമ്മൾ എന്താ നിങ്ങളെ അതിന് പറയുന്നത്? അകത്തല്ലേ? അപ്പം ഇത് ബോട്ടം, അടിവശമല്ലേ? അടിയിൽ ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ ടോപ്പ് റൈറ്റിലായിരിക്കും. മനസ്സിലായോ? വേണ്ടേ? ടോപ്പ് ബോട്ടം ലെഫ്റ്റിലാണെങ്കിൽ ടോപ്പ് റൈറ്റിലായിരിക്കും കേട്ടോ. അത് ആൾട്ടർനേറ്റീവ്, മറുകോണല്ലേ? മറുകോണ് കേട്ടോ. ഇനി അതുപോലെ ഇവിടെ നോക്കിക്കേ, ടോപ്പ് ലെഫ്റ്റിൽ ഈ വരയുടെ ലെഫ്റ്റും റൈറ്റും ആദ്യം അങ്ങ് അറിയണം, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഇതെന്താ? ഏറ്റവും മുകളിൽ, ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ എവിടെയാവും നിങ്ങളെ? മുകളിൽ ഇടതുവശത്ത് അല്ലേ? മുകളിൽ ഇടതുവശത്താകുമ്പോൾ ഇവിടെ എന്താ പറയും? ബോട്ടം എന്ന് വെച്ചാൽ അടിയിൽ വലതുവശത്ത്. ഇങ്ങനെ വരുന്നതിനെയാണ് മറുകോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ എങ്ങനെ വരും? ഇത് അകത്തല്ലേ? അപ്പം എങ്ങനെ പറയും? ഇത് ബോട്ടം റൈറ്റ് ആണെങ്കിൽ ഇവിടെ എങ്ങനെ ആയിരിക്കും? ടോപ്പ് ലെഫ്റ്റിലുമായിരിക്കും കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇത് ടോപ്പ് റൈറ്റ് ആണെങ്കിലോ ഇതെന്തായിരിക്കും? ബോട്ടം ലെഫ്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. അതായത് കറസ്പോണ്ടിങ് ആംഗിളും ആൾട്ടർനേറ്റീവ് ആംഗിളിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. പടത്തിനകത്തിൽ കണക്കിനകത്തിൽ അതിനെക്കുറിച്ചുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പം നമുക്കൊരു പിക്ചർ തന്നിരിക്കുക. ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത നമ്മളിപ്പോൾ കറസ്പോണ്ടിങ്ങും പറഞ്ഞു, ആൾട്ടർനേറ്റീവും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻറ്റീരിയറും ഉണ്ട്. ഇൻറ്റീരിയർ ഇന്നെന്ന് കേട്ടാൽ എന്താ നിങ്ങളെ? അകത്തുള്ളത്. ഇന്നെന്ന് വെച്ചാൽ അകത്ത്, എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ പുറത്ത്. ഇന്നെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അകത്ത്, ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ആന്തര സഹകോണുകൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വര കാണുമ്പോൾ തന്നെ നമ്മൾ അകത്തുള്ളത്, ഇതല്ലേ അകത്തുള്ളത്. ഈ അകത്തുള്ള 2 കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്ര ആവും നിങ്ങളെ? ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 100 തന്നെ അല്ലേ? അതിന് സംശയമുണ്ടോ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80. ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഒരു വരയെ മുറിച്ചാകുമ്പോൾ അത് 180 ആണ്. അപ്പം നമുക്കിവിടെ ഒരു വശം 80 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 80 ആണ്. അപ്പോൾ മറ്റേ വശം കാണണമെങ്കിൽ 100-ൽ നിന്നും 80 കുറച്ചാൽ 180-ൽ നിന്നും 80 കുറച്ചാൽ 100 കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നോക്കി 80 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര? 80 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 100 ആയിരിക്കും. ഇവിടെയും 100 ആയിരിക്കും. ഇത് കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ് നല്ലതുപോലെ മനസ്സിലായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ കേട്ടോ. നിങ്ങൾ ഈ കാണുന്നവരെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാവുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സിലായെന്ന് പറയാത്തത്? അതും കൂടി ഒന്ന് പറയണേ കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എന്നെ അടുത്ത ചാപ്റ്റർ. നിങ്ങൾ ആ പാരലൈൻ നല്ല രീതിയിൽ മനസ്സിലായി
മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തത്. അതും ഓക്കെ ആണെന്നുള്ളത് കൊണ്ടാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ ഞാൻ എടുത്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ കമൻ്റാണ് ഞാൻ പിന്നെയും ക്ലാസ് ഇടുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? നോക്കിക്കേ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ അകത്തെ ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എന്താവും നിങ്ങളെ? 180 ഡിഗ്രി 180 ആകണം. നോക്കിയേ, ആണല്ലോ. 180 എത്ര? 180. ഇവിടെ നോക്കിയേ, 180 180 വന്നു. ഓക്കെ ആണോ? ഇതിനെ എന്ത് പറയുന്നത്? കോ ഇൻറ്റീരിയർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾ നോക്കൂ നിങ്ങളെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ 50 ഡിഗ്രിയാ പറയുന്നത് വെച്ചോ, 50. അപ്പം നമുക്കറിയാം എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 50 ആയിരിക്കും. അപ്പം ഇവിടെ എങ്ങനെ കിട്ടും? ഇവിടുത്തെ എങ്ങനെ ആയിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ചിലവരൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്താ 180 നിന്ന് 50 കുറച്ചാൽ മതി അല്ലേ? അപ്പം എത്ര? 130. 130 ആയിരിക്കും. ഇവിടെയും 130. ഇപ്പം മനസ്സിലായോ? ഇനി സെയിം അത് തന്നെ താപ്പോട്ട് കഴിഞ്ഞാൽ മതി. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആണ്. ഇവിടെ അപ്പം എത്ര? 130 ആണ്. ഇവിടെയും 130 ആണ്. അകത്തെ ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വന്നു. അപ്പോൾ അത് ശരിയാണ്. അതിൽ അതെന്താ? കോ ഇൻറ്റീരിയർ ആംഗിളാണ്. എന്നാൽ പുറത്തെ ആംഗിള്, പുറം നോക്കിയ വഴികളെ, ഇതല്ലേ ഏറ്റവും പുറത്ത് കിടക്കുന്നത് വലിയ? പുറത്തേ നോക്കി 50ഉം 130 കൂട്ടുമ്പോഴും എത്ര വരുന്നുണ്ട്? 180 വരുന്നുണ്ട്. ഇവിടെ നോക്കി, ഇതല്ലേ പുറത്ത് കിടക്കുന്നത്? ഇതുമാണ് പുറത്ത് കിടക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും എത്ര? 180. അപ്പോൾ അതിനെ എന്ത് പറയുന്നു? കോ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യ സഹകോണുകൾ എന്ന് പറയുന്നു. ഇപ്പോൾ പിടികിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം. അത് പറയുമ്പോൾ മിക്കവാറും ഉള്ളവർക്കെല്ലാം തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? പാരലിലോഗ്രാം. പാരലലോഗ്രാം എന്നാണ് അത്. നിങ്ങൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ, കാരണം 6ാം ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നോ നിങ്ങളെ? അപ്പോൾ 7ൽ വരുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ പേര് തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ അവിടെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാരലോഗ്രാം എന്നാൽ എന്തെന്നാണ് അടുത്ത നമ്മൾ പഠിക്കുന്നത്. നോക്കൂ ഞങ്ങളെ, പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ച് വെച്ചാൽ അത് പാരലോഗ്രാമാണ്. ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ച് വെച്ചാൽ, പക്ഷേ റെക്റ്റാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നോക്കിയേ, ഇതൊരു റെക്റ്റാങ്കിളാണ് അല്ലേ? സ്ക്വയർ അല്ലേ കുഞ്ഞുങ്ങളെ? സ്ഥല പരിമിതി ഉണ്ട്. ഇനി അത് വിജയിക്കേണ്ട. നീളം ഉള്ളതാണല്ലോ റെക്റ്റാങ്കിൾ. ഇപ്പം ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര? 7 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 3 സെൻറ്റിമീറ്റർ. ഇതാ ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത. മാത്രവുമല്ല ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും റെക്റ്റാങ്കിളിന്. ഇവിടെ എത്ര? 90 ഡിഗ്രി ആയിരിക്കും. 4 മൂലയും അല്ലെ 4 കോർണറും എത്ര കുഞ്ഞുങ്ങളെ? 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ പാരലോഗ്രാമിന് അങ്ങനല്ല. നമ്മൾ പൊട്രാക്ടർ വെച്ചിട്ട് ഇപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി ചരിച്ച് വരയ്ക്കാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പാരലോഗ്രാമിന് ഡിഗ്രിയിൽ മാറ്റം വരും കേട്ടോ. ഡിഗ്രി അളവിൽ മാറ്റം വരും. മറ്റേ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതെന്താ? 4 മൂലയും 90 ഡിഗ്രി ആയിരിക്കും. അത് അത്രയേ ഉള്ളൂ തങ്ങളിലുള്ള വ്യത്യാസം. ഇവരുടെ സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അത് ഓക്കെ ആണോ നിങ്ങളെ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ 4 മൂലയും കൂടി അല്ലെങ്കിൽ 4 കോർണർ കൂടി കൂട്ടും. കോർണർ എന്ന് വെച്ചാൽ ഈ ആംഗിളുകൾ 4 എണ്ണോടെ കൂട്ടുമ്പോൾ 4 ആംഗിളുകൾ ഇവിടുത്തെ കണ്ടോ, ഇത് 4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 360 വരികയും വേണം കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഈ 360 കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ട്രയാങ്കിളാണ് പഠിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചും ഉണ്ട്. ട്രയാങ്കിളിൽ വെച്ചാൽ 180 ഡിഗ്രിയാണ്. ഈ അകത്തെ 3 വശങ്ങളിലൂടെ കൂട്ടുമ്പോൾ 180 വരണം. പക്ഷേ ഇതെന്താ? 4 കോർണറിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ, 4 വശങ്ങളുണ്ടെങ്കിൽ അത് 360 ഡിഗ്രി ആയിരിക്കും. ആ ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? പാരലോഗ്രാം പഠിച്ചല്ലോ. 4 അടുത്തടുത്ത 2 ആംഗിളുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എത്ര? ഈക്വൽ ആയിരിക്കും. ഇത് ഇത്രയും പഠിച്ചോ കുഞ്ഞുങ്ങളെ. ഓപ്പോസിറ്റ് സൈഡ് നോക്കി 6 ആണെങ്കിൽ ഇവിടെ 6, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. പിന്നെ ഇനിയും പഠിക്കുന്നത് നോക്കിയേ. അപ്പോൾ സൈഡുകളുടെ കാര്യത്തിൽ ഒരുവിധം നിങ്ങൾ ഓക്കെ ആയി. അകം മൊത്തം കൂടെ കൂട്ടുമ്പോൾ 360 വരണമെന്നും പറഞ്ഞു. ഈ 360 കണ്ട് പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതെൻ്റെ എളുപ്പവഴിയാണ്. ഇത് കുറേ ചെയ്തെങ്കിലേ ഇത് മനസ്സിലാവും. ഇതിൻ്റെ എളുപ്പവഴി പറയാം. പാരലോഗ്രാമിൻ്റെ പ്രത്യേകത, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെയും 60 ആയിരിക്കും. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് 2 വശം കിട്ടി. ഇപ്പം പിടികിട്ടിയോ? 2 വശം നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയേ, ഈ പാരലോഗ്രാം ഇതാണ് നമ്മുടെ
ഇതാണ് നമ്മുടെ പാരലോഗ്രാം. മനസ്സിലായോ? ഈ പാരലോഗ്രാമിനെ കുറച്ചുകൂടെ നമ്മൾ നീട്ടി അങ്ങ് വരച്ചൊന്ന് വെച്ചു. പാരലോഗ്രാമിനെയാണ് നോക്കൂ നിങ്ങളെ, അതിനെ കുറച്ചുകൂടെ നീട്ടി വരച്ച് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളതിനെ നീട്ടി അതിൻ്റെ വരകളെല്ലാം കൂടെ നീട്ടി അങ്ങ് വരച്ചു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നീട്ടി അങ്ങ് വരച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ, ഒരു ലൈനെ എന്താ മുറിച്ച് മറ്റൊരു ലൈൻ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? 60. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായോ? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഇത് ഒരു ലൈനെ മുറിച്ച് വരയ്ക്കുന്നതല്ലേ ഇങ്ങനെ ഈ റാ പോലുള്ള സംഭവം നിങ്ങൾ നല്ലപോലെ ഓർത്ത് വെച്ചേക്കട്ടെ കേട്ടോ. എന്താ എൻ്റെ റാ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 60 ആണെങ്കിൽ എന്താ അത് ലീനിയർ പെയറാണ് അല്ലേ? ലീനിയർ പെയറാണ്. അപ്പോൾ എന്താ 180 60 പോയാൽ 120 ആയിരിക്കും. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? മനസ്സിലായോ? 120 ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ എന്തുമായിരിക്കും വരുന്നത്? ഇപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഓപ്പോസിറ്റ് സൈഡ് 60 ആയിരിക്കും. അതിന് സംശയമില്ലല്ലോ. ഉണ്ടോ? എന്തുകൊണ്ടാ? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? 60 ആണല്ലോ. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? 60. നമുക്ക് ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 120. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര? 120. ഇപ്പോൾ പിടികിട്ടിയോ? നിങ്ങൾ നീട്ടി വരച്ചപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? 120 ഇവിടെ 60. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 120 കിട്ടി. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് എന്താ കുഞ്ഞുങ്ങളെ? 120 ആണ്. അവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര? 120. ഇവിടെ എത്ര? 60. ഇവിടെ 60. ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മതി, നമുക്ക് അതേ കയറി പോവാം കേട്ടോ. മനസ്സിലായോ? ഇവിടെ അത്ര ഒരു ഉപകാരമുണ്ട്. എന്താ, നമുക്ക് ഏതെങ്കിലും ഒരു വശയെ തരത്തുള്ളൂ. ഏതാ? ഇവിടെ നമുക്ക് 60 മാത്രമേ തന്നുള്ളായിരുന്നു. പക്ഷേ നമ്മൾ 60-ൽ നിന്ന് പോയ പോക്ക് നോക്കി എത്ര വശം കണ്ട്? 4 8 8 16 വശങ്ങളാണ് നമ്മൾ ഒറ്റയടിക്ക് കണ്ടത്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് 60 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ആംഗിളും നമ്മൾ എന്താക്കി? 60 ആക്കി. അപ്പം നമ്മൾ വിചാരിക്കും ബാക്കി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഒന്നുകിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. എന്താ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞു അകത്തെ മെഷർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 ആണെന്ന്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. മൊത്തം കൂടെ കൂട്ടുമ്പോൾ 360 ആണ്. ഇവിടെ നമുക്ക് രണ്ട് വശങ്ങളൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 120 ആണ് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 60 60 120 ആണ് കിട്ടിയത്. ബാലൻസ് 240 വരുന്നുണ്ട്. ബാലൻസ് എത്ര? 360 ആണ് നമുക്ക് അകത്തെ എല്ലാം കൂടെ വരേണ്ടത്. 60 60 120 കിട്ടി. അപ്പോൾ എത്ര? 240 നമുക്ക് എത്ര വേണ്ടുന്നത്? 360 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് 120 പോയപ്പോൾ ഞാൻ എന്തായി പറയുന്നത്? അതായത് ഒരു ക്വാഡ്രിലേറ്ററാണ്. ക്വാഡ്രിലേറ്ററിൻ്റെ അകത്തെ മെഷർ എത്ര? 360 ആണ്. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ആംഗിളുകളുടെ കൂട്ടിയപ്പോൾ 120 വന്നു. അപ്പോൾ ബാക്കി 240 ഉണ്ട്. ആ 240നെ തുല്യമായിട്ട് ഇവർക്ക് രണ്ടിനും കൂടെ വീതിച്ചു കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് അത് ഉപയോഗിച്ചാൽ മതി. എന്താ 240നെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 120 അപ്പോഴും കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? ഈ മെത്തേഡാണോ? ഈ മെത്തേഡ് ആയിരിക്കുമല്ലേ എളുപ്പം. പക്ഷേ ഇതാണെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. വരച്ച് നോക്കിയെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. ആൻസർ ഷീറ്റ് വരച്ച് വെക്കല്ലേ കുഞ്ഞുങ്ങളെ. റഫായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്തിലോ ആൻസർ ഷീറ്റ് സൈഡിലോട്ട് മാറ്റിയൊക്കെ വേണം വരയ്ക്കാൻ. പാരലോഗ്രാമിൻ്റെ ഇനിയും പ്രത്യേകത നോക്കിക്കേ. പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം കുഞ്ഞുങ്ങളെ? 180 വരണം. നോക്കിയേ, എല്ലാം അങ്ങനെയല്ലേ വന്നേ? നോക്കിയേ, അടുത്തടുത്ത് കിടക്കുന്ന തങ്ങളിൽ കൂട്ടിയപ്പോൾ എന്താ വന്നേ? 180 ആവുന്നത്. സംശയമുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? സമയം പോകുന്നു, നമുക്ക് എല്ലാം നോക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം മനസ്സിലായോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് അഥവാ മനസ്സിലായെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആംഗിളുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞു. അടുത്ത് നോക്കിക്കേ, നമ്മൾ പഠിക്കുന്നത് അണ്ടേ പാരലോഗ്രാമിൻ്റെ മറ്റേന്ന് നമുക്ക് എന്താ തന്നിരുന്നത്? പിന്നെ സൈഡ് മാത്രം തന്നിട്ട് മറ്റേ സൈഡ് കണ്ടുപിടിക്കാനും ഒക്കെയാണ്. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 7, ഇവിടെ 5. നമുക്കറിയാം പാരലോഗ്രാം ഇവിടെ ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾ ആദ്യമേ ഈ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതിയെടുക്കണം. എന്നിട്ടേ എന്താ ഞാൻ പറയുന്ന രണ്ടാമത്തെ ആൻസർ എഴുതിയെടുക്കാവും കേട്ടോ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എഴുതി വെക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ ഏതാണെന്ന് അറിയത്തില്ല. അത് നോക്കൂ നിങ്ങളെ. ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? അത് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി. ഇനി നമുക്ക് അകത്തെ ആംഗിളിലോട്ട് കയറാം. ഇവിടെ 60 ആണെങ്കിൽ ഞങ്ങൾക്കറിയാം എന്താ ഇവിടെയും 60 ആയിരിക്കുമെന്ന് അല്ലേ? അപ്പം നമുക്ക് ഇതെങ്ങനെ, ഈ രണ്ട് വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്, ഈ രണ്ട് വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എങ്ങനെ വേണമല്ലോ, മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ നീട്ടി വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
അല്ലേ, അല്ലെങ്കിൽ എന്താ 360 വെച്ചും ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ. ഇവിടെ 60 ആണെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് 60 ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ എത്ര നിങ്ങൾ 120 മുമ്പ് ചെയ്ത് തന്നെ ആയിരുന്നു തോന്നുന്നു അല്ലേ, 60 തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ മെഷർ മാറ്റി വേറെ ഏതെങ്കിലും വെച്ചും ചെയ്യാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ 120 അപ്പോൾ ഇവിടെ എത്ര വരും 120 വരും, ഇവിടെയും 120 വരും. മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയി കേട്ടോ, സോറി. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മാറ്റി വേറെ ഏതെങ്കിലും 50, 60, 70 എത്ര വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് 180 ഇത് കുറയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് കിട്ടും കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം പാരലോഗ്രാമിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ നല്ല വിശദമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ട്രയാങ്കിൾ ആണ്. നമ്മൾ അതിൻ്റെ 2, 3 ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ അത് കയറി കാണണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവിധം എത്ര മനസ്സിലാവാത്ത കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതി തന്നെയാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറ കേട്ടോ. ഇനി അതിൽ താഴോട്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് താഴ്ന്ന രീതിയിലാണ് ഞാനത് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ഈ വലിയ മെത്തേഡിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചില കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പാടാവും നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ എത്രയും താഴ്ന്ന രീതിയിൽ തന്നെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളത് നോക്കണേ, മനസ്സിലായില്ലെങ്കിൽ പറ കേട്ടോ. വേറെ ഏതെങ്കിലും മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. നോക്കുക, ട്രയാങ്കിൾ ആണ്, അതായത് ത്രികോണം. ഒരു ത്രികോണം എന്ന് കേൾക്കുമ്പോഴേ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ട്രയാങ്കിൾ ക്വാഡ്രിലേറ്റർ എന്ന് കേൾക്കുമ്പോൾ എത്രയാണ് ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് എപ്പോഴും 360 ആണ്. അത് കാണാതെ പഠിച്ചിരിക്കണം. നിങ്ങൾ ഇനി അങ്ങോട്ട് 8, 9, 10 ഒക്കെ പഠിക്കാനുള്ള. അതുപോലെ തന്നെ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആവും ഞങ്ങളെ. എത്ര 180. ഒരു ട്രയാങ്കിളിലെ മെഷർമെൻറ്റ് എപ്പോഴും ഓർത്തോണം 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവർ തന്നിട്ടുണ്ട്. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 50 ആണ്. ഒരു മട്ടത്രികോണം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ റൈറ്റ് ആംഗിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു വശം എപ്പോഴും 90 ആയിരിക്കും. മട്ടത്രികോണം എന്ന് വെച്ചാൽ ഒരു വശം 90 ആയിരിക്കും. ട്രയാങ്കിളുകളെ കുറിച്ചൊക്കെ അറിയാമോ നിങ്ങളെ? ട്രയാങ്കിളുകളുടെ സൈഡുകളുടെ അടിസ്ഥാനത്തിൽ, അത് നിങ്ങൾ ത്രികോണത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സൈഡുകളുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്, ആംഗിളുകളുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു വശം, ഏതോ ഒരു വശം 50 ഡിഗ്രി, അത് നമുക്ക് ഇവിടെ കൊടുക്കാം 50. ഇനി മട്ടത്രികോണം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, ഒരു വശം 90 ആണ്. അവരത് 90 എന്ന് നമുക്ക് പറയത്തില്ല, നമ്മളോട് പറയത്തില്ല. ദാണ്ട് ഇവിടെ 90 കിടപ്പുണ്ടേ, 90 ഇവിടെ ദാണ്ട് ഈ സൈഡിൽ കിടപ്പുണ്ടേ എന്ന് നമ്മളോട് പറയത്തില്ല. നമ്മൾ എന്താ മട്ടത്രികോണം എന്ന് കാണുമ്പോൾ ദാണ്ട് ഇവിടെ എന്താ 90 ആണെന്ന് വിചാരിച്ചോണം. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയെങ്കിൽ മട്ടമല്ലാത്ത മറ്റേ കോൺ എത്ര ഡിഗ്രിയാണ്? മട്ടം അല്ലാത്ത മറ്റേ കോണ് എത്ര ഡിഗ്രിയാണെന്ന് നോക്കൂ നിങ്ങളെ. ഇവിടെ നമുക്ക് ഒന്നുകിൽ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ മെത്തേഡിൽ ചെയ്താൽ മതി. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയുടെ കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് 180 വേണം. പക്ഷേ ആംഗിൾ എ 90 ഉണ്ട്, ആംഗിൾ ബി ഒന്നുമില്ല കണ്ടോ, ആംഗിൾ സി 50 ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ 180 ആവണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി ആംഗിൾ ബി ഒന്നുമില്ല, അപ്പോൾ അതിനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു. ബാക്കി 90, 50 കൂടെ കൂട്ടിയപ്പോൾ 140 ഈസിക്കൽ ടു 180. ഇനി ആംഗിൾ ബി ഈസിക്കൽ ടു 180 നിന്ന് 140. ഈ 140 കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമോ നിങ്ങളെ? അതായത് നമ്മുടെ ലെഫ്റ്റ് LHS ഉം RHS ഉം ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയാൻ. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ്, ഈക്വലിന് ഇപ്പുറത്തും ഈക്വലിന് അപ്പുറത്തും കേട്ടോ. അപ്പോൾ ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നതിനെ നമ്മൾ വലതുവശത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ അങ്ങ് ചേഞ്ച് ചെയ്യും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പം നമുക്ക് എന്താ, ഇത് ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് 140 എന്തോ ആയി, നെഗറ്റീവ് 140. അല്ലാതെ നിങ്ങൾക്ക് ചിന്തിക്കാം 140, 180, 140 പോയാൽ 40 ആണെന്ന്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നോക്കിയോ നിങ്ങളെ, 3 വശങ്ങളിലൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 180 ആണെന്ന്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 90ഉം 50ഉം ഉണ്ട് അല്ലേ? 90യും 50യും ഉണ്ട്. 90, 50 കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടി? 140 കിട്ടി. എത്ര നിങ്ങളെ? 140 കിട്ടി. ഇവിടെ എത്ര വരേണ്ടത്? മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വേണം? 50ഉം കൂടി വരണമെന്ന് അങ്ങനെ വേണമല്ലോ. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നത് ആ രീതി. പിന്നെ ഏത് കണക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതല്ലേ എൻ്റെ ഒരു വൃത്തി. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്ത നോക്കിക്കേ, സമയം പോലെ അല്ലേ. അടുത്ത് നോക്കിയേ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം മാത്രം 60 തന്നിട്ടുണ്ട്. ഈ 2 വശങ്ങൾ എത്രയാണ്? ട്രയാങ്കിൾ എന്ന് നിങ്ങളുടെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് അറിയാം എന്താ, 180 ഡിഗ്രിയാ. 180 ഡിഗ്രി ആണ് ഒരു ത്രികോണം ട്രയാങ്കിൾ. അപ്പം ഞങ്ങൾക്ക് എത്രയേ തന്നിട്ടുള്ളൂ? 60 തന്നിട്ടുള്ളൂ. അപ്പം 180 നിന്ന് 60 അങ്ങ് കുറയ്ക്കുക, ബാക്കി 120 ആണ്. അത് തുല്യമായിട്ട് ഇവർക്ക് രണ്ടുകൂടെ വീതിച്ച് കൊടുത്താൽ മതി കേട്ടോ. എത്ര? ഇവിടെ ഒരു 60 വരും, ഇവിടെയും 60 വരും കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾ, 3 വശം ഒരുപോലെ വരുന്നതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചില്ല. അപ്പം 3 വശവും 60, 60, 60 വീതം വരുമെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെ ആകുമ്പോൾ അടുത്ത് നോക്കിക്കേ, ഇതാണ്ടിത് ഇതൊക്കെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ഒരു ക്വാഡ്രിലേറ്റർ അല്ലേ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിനകത്താണ് ഇത് തന്നിരിക്കുന്നത്. റെക്റ്റാങ്കിളിനകത്താണ് കേട്ടോ, ക്വാഡ്രിലേറ്റർ അല്ല, റെക്റ്റാങ്കിളാണ്. പേനയുടെ വഴി തീർന്നു.
റെക്റ്റാങ്കിളിനകത്താണ് തന്നിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു 30 കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു 40 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ മെഷർ കാണാൻ എങ്ങനെ കാണും? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എന്താ ഇത് തന്നിരിക്കുന്ന എന്തുവാ? റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എല്ലാം 90 ഡിഗ്രിയിലാണ്. ഇവിടെ 4 മൂലയും 4 കോർണറും 90 ഡിഗ്രിയിലാണ്, 90 ആണല്ലോ. അപ്പോൾ ഇവിടെ 30 തന്നിട്ടുണ്ട്, ഉണ്ടോ കുഞ്ഞുങ്ങളെ? 30. അപ്പോൾ എന്താ, 90-ൽ നിന്ന് 30 കുറച്ചാൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 60 ഡിഗ്രി വരും. ഒരു വശം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഈ ഒരു ഇത് കാണാതെ അങ്ങ് പഠിക്കണം കേട്ടോ. നല്ലൊരു കണക്കാണ്. ഇതിൻ്റെ പല ഇവിടെ ഇട്ട് തരാം, ചിലപ്പോൾ ഇവിടെ ഇട്ട് ഏതെങ്കിലും ഒരു വശത്തിട്ട് നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, റെക്റ്റാങ്കിൾ ആണോ? ഞങ്ങൾക്കറിയാം ഇല്ലയോ? ചതുരമാണെങ്കിൽ അതിനെന്താ 4 വശവും 90 ആണ്. അപ്പം 40 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 50. അപ്പം നമുക്ക് എന്താ 2 വശം കിട്ടി. 2 വശം കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ട്രയാങ്കിളിന് 180 ആണെന്നും. 60-ൽ നിന്ന് 50 പോയാൽ എത്ര? 110 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 110. അപ്പോൾ ഇവിടെ എത്ര വരും? എത്ര കുഞ്ഞുങ്ങളെ? 60ഉം 50ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 110 അല്ലേ? ഇവിടെ എത്ര വരേണ്ടത്? 180-ൽ നിന്ന് 110 പോയാൽ ബാക്കി 70 ഇവിടെ വരുന്നത്. ഇതൊക്കെ നല്ല വെടിക്കെട്ട് ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ലായിരുന്നു, പക്ഷേ നമ്മളത് കണ്ടുപിടിച്ചത് കണ്ടോ എങ്ങനെയാ? പക്ഷേ ഈ കോർണർ 90 ആണെന്ന് അറിയുന്നവർക്കല്ലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ. അടുത്ത കുഞ്ഞുങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്തത്. അടുത്ത് നോക്കി കുഞ്ഞുങ്ങളെ, ഒരു മീനിൻ്റെ കൂട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ഇതൊരു വലിയ ട്രയാങ്കിളാണ്. അതിൽ നിന്നൊരു ചെറിയ ട്രയാങ്കിൾ പോയേക്കോ. ഇത് നിങ്ങൾക്ക് ട്രയാങ്കിളിനകത്തിൽ തന്നെ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എത്ര? 35 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 45 തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്താ, ഈ 3 വശവും കൂടെ ചേരുമ്പോൾ എത്ര വരണം കുഞ്ഞുങ്ങളെ? 180 വരണം അല്ലേ? 180. 35-ഉം 45 കൂടെ കൂട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 35-ഉം 45 കൂടെ കൂട്ടുമ്പോൾ 80. അപ്പോൾ ഇവിടെ എത്ര വരും? 100. സംശയമുണ്ടോ? എന്ന് വെച്ചാൽ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180. അപ്പോൾ അതിനകത്തെ കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 100. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താ, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്താ, ഈക്വൽ ആയിരിക്കും. അപ്പോൾ 100 അപ്പോൾ ഇനി ഇവിടെയല്ലേ ഉള്ളൂ ഇല്ലയോ? ഇവിടെ നമ്മൾ പഠിച്ചായിരുന്ന ഈ വലിയ വര കേട്ടോ. ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നതെന്ന് പറയുമോ, ഈ പേനയുടെ ക്യാപ്പ് വെച്ച് ഞാൻ പിള്ളേരെ പഠിപ്പിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ പേനയുടെ ക്യാപ്പ് ഇങ്ങനെ വെക്കുമ്പം ഇവിടെ അല്ലേ വരുന്നത്. ആ പേന തന്നെ എടുത്ത് നേരെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കി. ആ പേനയുടെ ക്യാപ്പ് ഇപ്പുറത്ത് വരും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മെഷർ ഡിഗ്രി അളവ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരുപോലെ എഴുതണമെന്ന്. അതായത് ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 എഴുതണം. അതുപോലെ തന്നെ പേന തിരിച്ച് വെച്ച് ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 45 ഡിഗ്രി. എളുപ്പമല്ലേ? ഞാൻ ഈ ഓർക്കാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ ഓരോ ക്ലൂ വെച്ച് പഠിപ്പിക്കും. കാരണം നമുക്ക് പിള്ളേരെയൊക്കെ നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം അല്ലേ. നോക്കിക്കേ, ഈ പേന എടുത്ത് ഇങ്ങനെ വെക്കുക. ക്യാപ്പ് എങ്ങോട്ടായിരിക്കുന്നത്? അങ്ങോട്ടല്ലേ. ആ പേന തന്നെ നേരെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പം പേനയുടെ ക്യാപ്പ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഏതാണോ മെഷർ വന്നത് അത് തന്നെ ഇങ്ങനെ വരും. ഈ ക്ലൂ ഒക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം നല്ല മാർക്കും ഉണ്ട്. ഇതൂടെ നോക്കി, ഇവിടെ അതുപോലെ. അപ്പം നമുക്ക് ഇതിനകത്തിലെ 3 വശമുണ്ട്, ഇതിനകത്തിലെ 3 വശമല്ല ആംഗിളുകളും ഉണ്ട് കേട്ടോ. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഇവിടെ എത്ര വരണം? ഇതും ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ മെഷർ 180 ഡിഗ്രിയാണ്. ഇവിടെയും 180 ഡിഗ്രിയാണ്. വലിയ ട്രയാങ്കിളും ചെറിയ ട്രയാങ്കിളിൻ്റെ മെഷർ നമുക്ക് കിട്ടി. അപ്പം ഏകദേശം നമ്മൾ തീർത്തു കുഞ്ഞുങ്ങളെ. 33 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി മറ്റേ പാരലൈനിനകത്തിലൊക്കെ കുറേ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചാപ്റ്റർ ഫുള്ള് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ചെയ്യിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നല്ലപോലെ കമൻറ്റ് പോരട്ടോ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ നാളെ അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ നടത്തണോ വേണ്ട എന്ന് ഈ കമൻറ്റ് കണ്ടിട്ട് ഞാൻ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.